വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 9ാം ദിവസത്തിലാണ്. സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുക അതീവ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൗത്യസംഘത്തിനോടൊപ്പം കടാവർ നായ്ക്കളെയും ഇന്ന് തിരിച്ചിലിന് അയക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ തന്നെ കടാവർ നായ്ക്കളെ ദൗത്യമേഖലയിൽ എത്തിക്കും. 152 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നാണ് സർക്കാർ കണക്ക്. ദുരന്തത്തിനിരയായവരുടെ താൽക്കാലിക പുനരധിവാസം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് മന്ത്രിസഭ പരിഗണിക്കുക. ഇത് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ആർ റോഷിപാൽ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ കൽപ്പറ്റയിലെ SKJM സ്കൂളിൽ നിന്നും സൺറൈസ് വാലിയിലേക്ക് ദൗത്യസംഘത്തെ വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ പറന്നു വരും. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്ന തിരുവനന്തപുരത്ത് നിന്നാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ കൂടുതൽ തീരുമാനങ്ങൾ പ്രേക്ഷകരിലേക്ക് ശ്രീജിത്ത് എത്തിക്കും. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയും സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തി, നിരാശയായിരുന്നു ഫലം. പക്ഷേ എങ്കിലും ആ ദൗത്യം ഇപ്പോൾ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നും ആ ദൗത്യം തുടരും. എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവിടുത്തെ തെരച്ചിൽ എന്നുള്ളതൊന്ന് പ്രേക്ഷകരോടൊന്ന് പറയുക റോഷിപാൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസഭാ ഉപസമിതി എടുക്കുന്ന ഒരു തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. താൽക്കാലിക പുനരധിവാസമാണ് ചർച്ചയാവുക. നേരത്തെ ഷംസാദ് മരക്കാർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചൊരു ആവശ്യം, അവിടെ അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ കണക്കെടുത്ത് അവിടെ നമുക്ക് വാടക വീട്ടിൽ ഇവരെ താമസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. സർക്കാരിന് മുന്നിലുള്ള താൽക്കാലിക പുനരധിവാസം തൽക്കാലം ഇവരെ വാടക വീട്ടിലേക്ക് മാറ്റുക എന്നതാണോ, 600-ലധികം വീടുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമാണോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി റോഷിപാൽ. അരുൺകുമാർ, അല്പസമയത്തിനകം SKMGHS മൈതാനിയിൽ നിന്നും ഹെലികോപ്റ്റർ ഈ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള സൺറൈസ് വാലിയിൽ പരിശോധന നടത്താനായി, തെരച്ചിൽ നടത്താനായി പോകും. ഇന്നലത്തേതിന് സമാനമായി തന്നെ 12-അംഗ സംഘമായിരിക്കും ഈ തെരച്ചിലിൻ്റെ ഭാഗമാവുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററാണ് എത്തുക. ഇതിൽ ഇന്നൊരു പ്രത്യേകത, ഒരു ആർമിയുടെ കെഡാവർ ഡോഗ് കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നില്ല. ഇന്നലെ ഏറെ വൈകിയാണ് ഈ സംഘത്തിന് അവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പരമാവധി 3 കിലോമീറ്റർ മാത്രമാണ് തെരച്ചിൽ നടത്താൻ സാധിച്ചത്. നേരത്തെ 6 കിലോമീറ്റർ തെരച്ചിൽ നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അത് നടന്നില്ല. ഒന്ന്, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയാണ്. അവിടെ ചെങ്കുത്തായ ഇറക്കമുണ്ട്. അതിനൊപ്പം അവിടെ എത്തുക എളുപ്പമല്ല, അവിടെ എത്തിപ്പെട്ടാൽ തിരിച്ചു കയറുകയും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇങ്ങനെ എയർ ഡ്രോപ്പ് വഴി ആളുകളെ എത്തിച്ച് കമാൻഡോസിന് പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോസിനെ ഇറക്കി അവിടെ തെരച്ചിൽ നടത്താനുള്ള തീരുമാനമെടുത്തത്. നേരത്തെ അവിടെ ചിലർ നിലമ്പൂരിൽ നടക്കം വന്ന് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടത്താൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കുകയും അത് ആർമിയും പോലീസിന്റെ SOG ടീമും ഏറ്റെടുത്തത്. 10-അംഗ കമാൻഡോ സംഘം, അതിനൊപ്പം 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ. അത് 2 പേർ ഇന്നലെ അവിടെ പരിശോധനയ്ക്ക് പോയ ആളുകൾ തന്നെയാണ്. ഗൈഡ് ചെയ്ത അതേ ടീം തന്നെയാണ് ഇന്നും ഫോറസ്റ്റ് ഓഫീസർമാരായി പോകുന്നത്. ഏതായാലും അവിടെ ദുർഗന്ധം വമിക്കുന്നു എന്നാണ് അവിടെ ഇന്നലെ പോയ കമാൻഡോ സംഘവും ഒപ്പം ഫോറസ്റ്റ് ഓഫീസർമാരും പറയുന്നത്. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ആളുകളുടെ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതുവഴി മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് അവർ പറയുന്നു. പക്ഷേ വലിയ പാറക്കല്ലുകളുണ്ട്, ചെളിയുണ്ട്, മണ്ണുണ്ട്. അത് നമ്മൾ മുകളിൽ കണ്ടതുപോലെ ചൂരൽമലയിലും മുണ്ടകയിലും കണ്ട സമാനമായ കാഴ്ചകൾ തന്നെയാണ് അവിടെയുമുള്ളത്. അതുകൊണ്ട് പരിശോധന എളുപ്പമല്ല. കാരണം അവിടെ ഈ യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇവർ പോയി അവർ വലിയ പാറക്കെട്ടുകൾക്കിടയിൽ പരിശോധിക്കാൻ ഇവർക്ക് പറ്റില്ല. മറ്റിടങ്ങളിൽ മണ്ണ് നീക്കിയും അല്ലാതെയുമുള്ള ഒരു പരിശോധന മാത്രമാണ്. പക്ഷേ കെഡാവർ ഡോഗ് കൂടി എത്തുമ്പോൾ കൂടുതൽ അനുകൂലമാകും അവർക്ക് പരിശോധനയ്ക്ക്. ഏതായാലും ഇവർ പോകാനുള്ള ആളുകൾ തയ്യാറായി. നമുക്ക് ദൃശ്യങ്ങളിൽ കെഡാവർ ഡോഗ്, ആർമിയുടെ മീററ്റിൽ നിന്നെത്തിയ മോണി എന്ന ഒരു കെഡാവർ ഡോഗാണ് ഇന്ന് ഹെലികോപ്റ്ററിൽ ഈ സംഘത്തിൽ. നമുക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ തെരച്ചിലിന് പോകുന്നവരോട് എത്രമാത്രം ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇന്നത്തെ തെരച്ചിലെന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, അവർ പ്രതികരിക്കുമെങ്കിൽ. തീർച്ചയായും അരുൺകുമാർ, അത് നമുക്ക് ശ്രമിക്കാം. കാരണം ഇത് ലീഡ് ചെയ്യുന്ന ഈ ആർമി ഉദ്യോഗസ്ഥന്മാർ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള ഇപ്പോൾ പോലീസിൻ്റെ SOG സംഘത്തോട് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അല്പസമയത്തിനകം തന്നെ മറ്റുദ്യോഗസ്ഥന്മാർ എത്തും. ഈ SP ഉൾപ്പെടെയുള്ള ആളുകൾ എത്തും. അവരിൽ നിന്ന് നമുക്ക് പ്രതികരണം തേടാം. ഇവർ ഇപ്പോൾ കാണുന്ന ആർമിയിലെ സംഘം അവർ പുതിയ ഒരു ടീമാണ്. ഇന്നലെ അവിടെ തെരച്ചിലിന് പോയ ടീമല്ല ഇന്നുള്ളത്. ഇതിൽ ഇവിടെ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയുണ്ട്. ഈ ചൂരൽമലയിൽ തന്നെയുള്ള ആർമി ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഇതിൻ്റെ തെരച്ചിലിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഇന്ന്
സംസാരിക്കാമോ? ഇന്ന് ഫസ്റ്റ് ടൈം പോകുന്നതാണോ ഈ മേഖലയിൽ? ഇത് ഈ ജിനോഷ് ജയൻ, അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇവിടുത്തുകാരനാണ്, ചൂരൽമല സ്വദേശിയാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ് ഫോറസ്റ്റിന്റെ ഡെൻസ്ഡ് ഫോറസ്റ്റ് ആണ് അവിടെ, ആക്സസിബിൾ ഭയങ്കര പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പ്ലാന് 7-8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ആണ്. നിങ്ങളുടെ കുടുംബമൊക്കെ സുരക്ഷിതമായി മാറാൻ പറ്റിയോ അവിടെ നിന്ന്? കുടുംബം സുരക്ഷിതമാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ്റെ ഫാമിലീസ് അവർ മൊത്തം മിസ്സിങ്. 2 ബോഡി കിട്ടിയിട്ടുണ്ട്, ഫാദറിനെയും മോൻ്റെയും, പിന്നെ അതുപോലെ തന്നെ ഏടത്തിയമ്മൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. വീടൊക്കെ അവിടെ എങ്ങനെയാണ്, അപകടം പറ്റിയോ? അവരുടെ വീടിന് പിന്നെ മൊത്തമായി വാഷ് ഔട്ടായി. എൻ്റെ വീട് പിന്നെ അവിടെ നിന്ന് 150 മീറ്ററോളം സേഫാണ്. ഇപ്പോൾ ഇവരൊക്കെ ബന്ധുക്കളൊക്കെ മറ്റ് രക്ഷപ്പെട്ട ആളുകളൊക്കെ സുരക്ഷിതരായി ക്യാമ്പിലാണോ കഴിയുന്നത്? ക്യാമ്പിലാണ്, പ്രോപ്പറായിട്ട് ക്യാമ്പിലാണ്. അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല, സേഫാണല്ലോ. എളുപ്പമല്ല അല്ലേ അവിടെ എത്തിച്ചേരാൻ? ആക്സസിബിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബയ്യറായിട്ടുള്ള മൂവ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ അരുൺകുമാർ, ഈ ജിനോഷ് ജയൻ ഇവിടെ അവധിയിലെത്തിയതായിരുന്നു. ആ ഘട്ടത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവധി ഉപേക്ഷിച്ച് ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നാണ്. അഭിമാനമാണ്, ആർമിക്ക് അഭിമാനമാണ്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ. അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. ഞാൻ പിന്നെ സംഭവം നടന്നപ്പോൾ രാത്രി ഒരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പം ഞാൻ ഡ്യൂട്ടി സ്റ്റേഷൻ എൻ്റെ പൂനെ ഔറംഗാബാദിലാണ്, മഹാരാഷ്ട്രയിൽ. അവിടെ നിന്നാണ് ഞാൻ ലീവ്, ഒരു 15 ദിവസത്തെ എമർജൻസി ലീവ് എടുത്ത് വന്നു. അപ്പം അതിനുശേഷമാണ് പിന്നെ ഈ ടീമിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം അവധിയെടുത്ത് നാട്ടിൽ വന്നപ്പോൾ വലിയ ദുരന്തമുണ്ടായി. അദ്ദേഹം താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള മേഖലകൾ ബന്ധുക്കളടക്കം ദുരന്തത്തിന് ഇരയാകുമ്പോൾ ഒന്നും നോക്കാതെ നേരെ യൂണിഫോം അണിഞ്ഞ് ഈ ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഒരു പട്ടാളക്കാരനെയാണ് നമ്മളിപ്പോൾ കണ്ടത്.